ഗൈസ്, വെൽക്കം ടു മെഡഡബ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സൈസ് സെപ്പറേഷൻ ആണ്. സോ സൈസ് സെപ്പറേറ്റിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ നമുക്ക് നോർമലി എങ്ങനെ ചെയ്യാം? നമ്മൾ ഒരു അരിപ്പ് എടുക്കുന്നു, അരിക്കുന്നു അല്ലേ, ആ പരിപാടി തന്നെയാണ്. പക്ഷേ അരിക്കുന്നതിനൊരു കാരണമുണ്ട്. സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി ഒക്കെ വെച്ചാൽ ചെയ്യുക. എന്തിനാ ചെയ്യേണ്ട ആവശ്യം? നമുക്കിപ്പോൾ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൽ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആവശ്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മിക്സിങ് സമയത്തൊക്കെ ഞാൻ പറഞ്ഞു ആവശ്യമാണ്. സോ സ്റ്റെബിലിറ്റി, സോലുബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റിൻ്റെ പ്രോസസ്സ് എൻറ്റയർലി യൂണിഫോം ആകാൻ വേണ്ടി ക്വാളിറ്റി കൺട്രോൾ പോലും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇത് ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് പൗഡർ ആണ്. കോഴ്സ് ആണെങ്കിൽ 10 സീവും നോട്ട് മോർ ദാൻ 40% നമ്പർ 44 സീവും ആയിരിക്കും. മോഡറേറ്റിലെങ്കിൽ 2260 ആൻഡ് മോഡറേറ്റ് ഫൈൻ ആണെങ്കിൽ 4485, ഫൈൻ ആണെങ്കിൽ 85 ആൻഡ് വെരി ഫൈൻ ആണെങ്കിൽ 120. സോ ഇത് നിങ്ങൾ ഓൾറെഡി എവിടെ പഠിക്കുന്നയാ? നമ്മൾ ലാബിലൊക്കെ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന കാര്യമാണ്. സോ ബേസിക്കലി ഈ മെഷൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ, എങ്ങനെയാണ് ഈ സീവ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സോ സീവ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കട്ടിയുള്ളൊരു ഒരു ബ്രോൺസോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മെഷാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ എങ്ങനെയൊക്കെയാണ് നമുക്ക് സൈസ് സെപ്പറേറ്റ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ 2 മാർക്കിനെ ചോദിച്ചേക്കാം. അജിറ്റേഷൻ, ബ്രഷിങ് ആൻഡ് സെൻട്രിഫ്യൂഗൽ മെത്തഡ്. അജിറ്റേഷൻ എങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യാം? ഓസിലേറ്റ് ചെയ്യാം, അത് ബാക്കിലേക്കും ഫ്രണ്ടിൽ. നമ്മൾ വീട്ടിലൊക്കെ അരിപ്പയിൽ മാവ് അരിക്കത്തില്ലേ, ആ പരിപാടി. ഇനി വൈബ്രേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അരിക്കാം. ആൻഡ് ഗൈറേഷൻ, ഒരു റോട്ടറി മൂവ്മെന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ബ്രഷിങ് എന്ന് വെച്ചാൽ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക്, നമ്മൾ സീവിൽ ചെയ്യുന്ന രീതി ബ്രഷിങ് ആണ്. ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ ഹൈ ആയിട്ട് നമ്മൾ കറക്കുന്ന പരിപാടിയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ. സോ സൈസ് സെപ്പറേഷൻ ഡിവൈസ് ആണ് ഇത്. സീവ് ഷേക്കർ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സീവ്സുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പീഡിൽ ആ റൊട്ടേറ്റ് ചെയ്യും. ടൈമർ ഉണ്ടായിരിക്കും, അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സീവ് ചെയ്യുന്ന പരിപാടിയാണ് സീവ് ഷേക്കർ. ലാബിൽ നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യമാണ്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻഎക്സ്പെൻസീവ് ആണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഒരു ക്ലോഗ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ക്ലോഗായി പാർട്ടിക്കിൾസ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ സൈക്ലോൺ സെപ്പറേറ്റർ ആണ്. പേര് പറയുന്ന പോലെ സൈക്ലോണിക് സെപ്പറേഷൻ ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് കൊടുക്കേണ്ടാവുക. ഒരു സിലിണ്ടർ പോലുള്ള അപ്പാരറ്റസ് ആണ്, കോണിക്കൽ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു എന്താ, ഇതിനകത്തൂടെ നമ്മളിങ്ങനെ കടത്തിവിടുക, ഹൈ വെലോസിറ്റിയിൽ നമ്മൾ കടത്തി വിടുന്നു എന്നുള്ളതാണ്. ഗ്യാസിനെയോ അല്ലെങ്കിൽ വാട്ടെവർ, ഇപ്പോൾ സോൾട്ട് പോലും കടത്തി വിടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഗ്യാസും കൂടെ കടത്തി വിടും. അതിന്റെ കൂടെ ആണല്ലോ ഈ പാർട്ടിക്കിൾസ് മൂവ് ആവുന്നത്. അപ്പൊ ഹൈ വെലോസിറ്റി സസ്പെൻഷൻ കൂടി കടത്തി വിടുകയാണ് ചെയ്യുക. അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം സോൾട്സ് ത്രോ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക, വെയിറ്റ് അനുസരിച്ചിട്ട് തന്നെ കേട്ടോ. അപ്പൊ ബേസിക്കലി ഗ്യാസോ ലിക്വിഡോ എന്ത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൈക്ലോൺ സെപ്പറേറ്റർ. സോ ബേസിക്കലി സൈക്ലോൺ സെപ്പറേറ്റർ പല മിക്സേഴ്സിന്റെ ഭാഗമാകാറുണ്ട്, അല്ലെങ്കിൽ പല സെപ്പറേറ്ററിന്റെ ഭാഗമായിട്ടിരിക്കേണ്ടത്. 2-3 മെക്കാനിസം ഒരുമിച്ച് സെപ്പറേഷനും ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എയർ സെപ്പറേറ്റർ ആണ്. സോ സൈക്ലോൺ സെപ്പറേറ്റർ പോലെ തന്നെയാണ്, എയർ കടത്തി വിടുകയാണ് ചെയ്യുക. സോ നല്ല ഫ്ലോയിൽ എയർ കടന്നുകൊണ്ടേ ഇരിക്കുകയും അങ്ങനെ പാർട്ടിക്കിൾസ് ത്രോ ഡൗൺ ആവുകയും അങ്ങനെ വെയിറ്റ് ഉള്ള പാർട്ടിക്കിൾസ് മാറുകയും വെയിറ്റ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് മാറുകയും ഫൈന് സെപ്പറേറ്റ് ആവുകയും കോഴ്സ് സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് എല്യൂട്രേഷൻ മെത്തഡ് ആണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി, ഒരു ഫ്ലൂയിഡിൽ പാർട്ടിക്കിളിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പം ഫ്ലൂയിഡ് ഉണ്ട്, അതിൽ പാർട്ടിക്കിൾസിനെ മാറ്റണം ഉണ്ടെങ്കിലാണ് ചെയ്യുക. സോ ബേസിക്കലി വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എല്യൂട്ടേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പൗഡർ മിക്സ്ഡ് വിത്ത് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഡെൻസിറ്റി അനുസരിച്ച് ഡിഫറെന്റ് ഹൈറ്റ്സിൽ കളക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ കാണാം, ഡെൻസിറ്റി കുറഞ്ഞ് മേലേക്ക് പോകുന്നു, ഡെൻസിറ്റി കുറഞ്ഞ് താഴേക്ക് വരുന്നു. മേലേക്ക് പോകുന്നത് ഇവിടെ വന്ന് വീഴുന്നു, താഴേക്ക് പോകുന്നത് താഴെ കൂടെ വന്ന് വീഴുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ഒരു ടാങ്കിനകത്ത് വെയിറ്റ് കൂടുതലും കുറഞ്ഞിടുമ്പോൾ വെയിറ്റ് കൂടുതൽ മേലെ വരുന്ന കളക്ട് ചെയ്യുകയും വെയിറ്റ് കുറഞ്ഞ് താഴെ വരുമ്പോൾ താഴെ കളക്ട്. ഇതാണ് മെയിൻലി പരിപാടി. പക്ഷെ ഫ്ലൂയിഡിലൂടെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ക്വിക്ക് സെപ്പറേഷൻ നമുക്ക് കിട്ടും. ഡിസഡ്വാൻറ്റേജ് അല്ല, റിക്വയർസ് ഡൈല്യൂഷൻ ഓഫ് സോൾട്ട് പാർട്ടിക്കിൾ. കാര്യം നമുക്ക് ഡൈല്യൂട്ട് ചെയ്താൽ മാത്രമേ ഡെൻസിറ്റി അനുസരിച്ച് മേലേക്കും താഴേക്കും വരുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു എല്യൂട്രേഷൻ മെത്തേഡിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ബാക്ക് ഫിൽട്ടർ. എളുപ്പമാണ് കേട്ടോ. 2-step പ്രോസസ്സാണ്. ഇവിടെ സക്ഷനും പ്രഷറും ഒരുമിച്ച് കൊടുക്കും. പ്രഷറും കൊടുക്കും, സക്ഷനും കൊടുക്കും. സോ ഒരുപാട് ക്ലോത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു മെറ്റൽ കണ്ടെയ്നറിലൂടെ കടത്തി വിട്ടിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ ഒരേ സമയത്ത് എയർ സക്ഷൻ ചെയ്യുകയും ഒരേ സമയത്ത് റിഫൈൻ ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പൊ സക്ഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ അവിടെ റീറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, കുറച്ച് ഗ്യാസ് കടത്തി വിടും. സോ ഇതൊക്കെ ഓൾറെഡി അതിന്റെ ബാഗ്സുകളാണ്. സോ ഫാബ്രിക് ഫിൽട്ടർ ഉണ്ട്. അപ്പം
വിത്ത് ക്ലീൻ ഗ്യാസ്. ഇവിടെ കൂടെ ഗ്യാസ് വന്ന് ഇതുവഴി ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന പരിപാടിയാണ്. അപ്പൊ ഇതിന്റെ കൂടെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിന് ഡസ്റ്റുകൾ, ഇപ്പൊ ഫൈൻ ആയിട്ടുള്ള സാധനങ്ങൾ താഴേക്ക് കുറെ കടന്നു പോകുന്നു. അങ്ങനെ 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 സക്ഷൻ ചെയ്തുകൊണ്ട് പ്രഷറും കൊടുത്തുകൊണ്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ സൈക്ലോൺ സെപ്പറേറ്ററും കൂടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എഫിഷ്യന്റ് ആകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ നമുക്ക് സെപ്പറേറ്റേഴ്സും ആഡ് ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴും പറയുന്നു എല്ലാത്തിന്റെയും പിക്ചേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ പിക്ചേഴ്സും കൂടെ വരയ്ക്കാനായിട്ട് പഠിക്കുക. നെക്സ്റ്റ് കാണാം. താങ്ക് യു.